വൈഫൈയുടെ സാധനം ഉണ്ടല്ലോ ഇപ്പോൾ മൈക്ക് നമ്മൾ കൊടുക്കാം. മൈക്ക് പൈക്ക് കൊടുക്കണം.
പരിശുദ്ധ ദേവമാരയുടെ രാജ്യം പരിശുദ്ധ ദേവമാതാവ് തന്റെ ഉദരത്തെ വിഭവിച്ച ദൈവമാനെ പ്രസവിക്കാകാരമായ പൗരുടെ സ്നേഹനഗരെ ഭാര്യയ്ക്കും കൊട്ടിക്കെടുത്തും ധ്യാനിക്കാം. കർത്താവിനോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവും നമ്മുടെ ഉദരത്തിന്മേലുമായി ഈശോ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു തിരുമായി കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു
എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ യാതൊരു ക്ഷമിക്കണമേ, എൻ്റെ ആത്മാവേ പരിശുദ്ധ ദേവന്മാരുടെ പരിശുദ്ധ ദേവമാതാവിന്റെ ശുദ്ധീകരണത്തിന്റെ നാവുന്നപ്പോൾ നമ്മുടെ കർത്താവായി ദേവാലയത്തെ കൊണ്ട് ദൈവത്തിന് കാഴ്ച വെച്ച് ക്ഷമയനും ഹാൽമാന്റെ കൈയാട് ക്ഷമിക്കാം. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമെൻ രക്ഷകൻ
ഭക്തരിവർ. പൂർണ്ണ വിശുദ്ധരായി തീർന്നവർ യേശുവിൻ തങ്കരുധീരത്തിൻ ശക്തിയാലേ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം, ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ. തങ്കകിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ. കയ്യിൽ കുരുത്തോലയേന്തിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം, ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ. ചേർന്നിടുമേ വേഗം ഞാനും അക്കൂട്ടത്തിൽ, ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥന്റെ സന്നിധം ചേർന്നാൽ മതി. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം, ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടുന്നുണ്ടവിടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെ
നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാനാത്മാവിനായി യാത്ര ചെയ്യും ഞാൻ ക്രൂശിലോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനൊപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണൂനിർ കൂടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശിലോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവനേശുവിൽ അർപ്പിച്ചിട്ട് അക്കേറെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധപാളുങ്ങിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശിലോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ലോകം ത്യജിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതിസാം ദൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും മകൾ സദസ്സി യാത്ര ചെയ്യും ഞാൻ ക്രൂശിലോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ആ
വത്സലരേ ദൂര തിന്തിനു നിൽക്കുന്നൻ കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാന്റെ രാജ്ഞിയും നമ്മുടെ കർത്താവായ സമുദ്രത്തിൽ മുഴുവൻ തന്റെ തിരുമാതാവിന്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഒടിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തിരക്കപ്പെട്ടു ധ്യാനിക്കാം. അന്ന് നല്ല ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.
സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അന്വയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി നമ്മുടെ കർത്താവായ ശിഹ പാടുപെട്ട് മരിച്ചിട്ട് 3 നാൾ സന്തോഷത്തിലേക്ക് ജീവിക്കുന്നതിനായ സദൻ ധ്യാനിക്കാം. അന്നേ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിനുൾപ്പെടുത്തണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധാറയമേ നവരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് നവരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാറയമേ നവരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് നവരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാറയമേ നവരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് നവരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാറയമേ നവരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് നവരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാറയമേ നവരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് നവരാനോട് അപേക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്ന് ഒരപ്പച്ചൻ കൂടി ഇന്ന് നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 91 വയസ്സ് വരെ ഈ ഭൂമിയിൽ ആയിരുന്ന് ഇവിടെ ജീവിച്ച് ഈ ഭൂമിയുടെ കഷ്ടപ്പാടുകളും അസ്വസ്ഥതകളും എല്ലാം ഏറ്റുവാങ്ങിയും അതോടൊപ്പം തന്നെ വളരെ പ്രത്യാശ നിർഭരമായ ഒരു ജീവിതം നയിച്ച് മക്കളെയും കുഞ്ഞുമക്കളെയും മരുമക്കളെയും ഒക്കെ സ്നേഹത്തോടുകൂടി പരിപാലിച്ച് കടന്നു പോകുന്ന ഈ നല്ല പിതാവിനെ ഏറെ സ്നേഹപൂർവം ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മിക്കവാറും ദിവസങ്ങളിൽ ഞാനിവിടെ ആയിരുന്ന സമയത്തൊക്കെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ വരികയും ഇവിടെ പൂമുഖത്ത് ഇട്ടിരുന്ന ബെഞ്ചിൽ ഇരുന്ന് ഉറക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന റപ്പേലേട്ടന് ഓർമ്മയുണ്ട്. ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒക്കെ അപ്പച്ചൻ കടന്നു വന്നതും ഓർക്കുന്നു. ജീവിതത്തെക്കുറിച്ച് നീണ്ട മിനിറ്റുകൾ സംസാരിക്കാനായിട്ട് അപ്പച്ചൻ എൻ്റെ അടുക്കൽ പലപ്പോഴും വന്നിട്ടുണ്ട്. വന്നപ്പോൾ സമയത്തൊക്കെ എല്ലാം ദൈവഹിതത്തിന് സമർപ്പിച്ച് പ്രത്യാശയോടുകൂടി
ഈ ലോക ജീവിതത്തെ കണ്ട ഒരു മനുഷ്യനായിട്ട് ഈ റിപ്പേലിയേറിന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടുകൂടി നമുക്ക് ഈ അപ്പച്ചൻ്റെ ആത്മാവിനെ തിരുസന്നിധിയിലേക്ക് യാത്രയാക്കാം. ദൈവം നൽകിയ കഴിവുകൾക്കും ദൈവം നൽകിയ സാധ്യതകൾക്കുമൊക്കെ അതൊക്കെ സ്വന്തമാക്കി ഈ ഭൂമിയിൽ തൻ്റെ ഉത്തരവാദിത്വം വളരെ മനോഹരമായിട്ട് സാധിക്കുന്നിടത്തോളം നല്ല രീതിയിൽ നിർവഹിച്ച റിപ്പേലിയേറിൻ്റെ ആത്മാവിന് നമുക്ക് നിത്യശാന്തി നേരാം. ഈ ലോക ജീവിതത്തിൽ നിന്ന് ഒരാത്മാവ് ഭൂമിയിലേക്ക് ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവതിരുസന്നിധിയിൽ ദൈവപിതാവിൻ്റെ മുഖം കാണണമെന്ന പ്രത്യാശയോടുകൂടിയിട്ടാണ് ആത്മാവ് ഭൂമിയിൽ നിന്ന് വിട പറയുക. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ദൈവപിതാവിൻ്റെ മുഖം നേരിൽ കാണാൻ ഈ ആത്മാവിന് ഭാഗ്യം ലഭിക്കുന്നത് പാപക്കറകളൊക്കെ നീങ്ങി പോകുന്ന ശേഷമാണ്. ഇനി എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ പോക്കപ്പെടാൻ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് നീക്കിക്കളയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രോഗിലേപനവും വിശുദ്ധ കുർബാനയും ഒക്കെ സ്വീകരിച്ച് ഭാഗ്യപ്പെട്ട ഒരു മരണത്തിനാണ് റിപ്പേലിയേറിന് ഉടമയായത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി യാത്രയാക്കാം. ഈ പിതാവിൻ്റെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് എല്ലാ കുടുംബാംഗങ്ങൾക്കും, വളരെ പ്രത്യേകമായി ദേവാലയ ശുശ്രൂഷിയായ ജോർജ് ചേട്ടനും പാരിഷ് കൗൺസിലറായ ബേബി ചേട്ടനും മറ്റെല്ലാ കുടുംബാംഗങ്ങൾക്കും ഇടവക കുടുംബത്തിൻ്റെ പേരിലുള്ള അനുശോചനം അറിയിക്കുകയാണ്, പ്രാർത്ഥനകൾ നേരുകയാണ്. നമുക്ക് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. എന്തുകൊണ്ടെന്നാൽ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവൻ്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എൻ്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും.
കരുണയാ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെ അഖിലേശ. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും.
കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ സ്വർഗ്ഗത്തിൽ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. പ്രാർത്ഥനയായ നിന്റെ ദിവ്യമായ രക്തത്തിൽ കുളിപ്പിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. സർവശക്തനായ പിതാവും കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ യാതിക്ക് ഞങ്ങളുടെ പാവങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാൾ ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മർത്യാനി എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ കുഞ്ഞിമറിഞ്ഞു ഇളകും പോയി.
കഷ്ടങ്ങളുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോനെ. ലോകെ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോനെ. ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമാ. ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമാ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ. കണ്ടിടും മറുവിലയാ തന്നവനെ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മുറവിളിയും ദുഃഖവുമില്ല പുത്തൻ യെരൂശലേം നഗരമതിൽ. പൊൻപുലരിയിൽ ഒന്നു ചേർന്നു പൊന്നേശുവിനെ പുകഴ്ത്താം. മുറവിളിയും ദുഃഖവുമില്ല പുത്തൻ യെരൂശലേം നഗരമതിൽ. പൊൻപുലരിയിൽ ഒന്നു ചേർന്നു പൊന്നേശുവിനെ പുകഴ്ത്താം. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. ഓമനപ്പേരിൻ വിളി കേൾക്കും ഞാൻ. സന്തോഷത്താൽ കൺകൾ നിറഞ്ഞിടുന്നു. വേഗം വരും നാഥൻ മേഘമതിൽ. പൊന്നേശുവിനെ പുകഴ്ത്താം. ഓമനപ്പേരിൻ വിളി കേൾക്കും ഞാൻ. സന്തോഷത്താൽ കൺകൾ നിറഞ്ഞിടുന്നു. വേഗം വരും
പൊന്നേശുവിനെ പുകഴ്ത്താം. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ. സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. പ്രിയരെ ആ ദിനത്തിൽ. പ്രിയരെ ആ ദിനത്തിൽ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിതാ നോക്കിയിടുന്നു. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊന്നീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ. കുഞ്ഞാട്ടിന്റെ രക്തം തന്നിൽ തങ്ങളങ്കി നന്നായി വെളുപ്പിച്ച കൂട്ടരിവർ. പൂർണ്ണ വിശുദ്ധരായി തീർന്നവർ യേശുവിൻ തങ്കരുധീരത്തിൻ ശക്തിയാലേ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ.
വെണ്ണീലയങ്കി ധരിച്ചോരിവർ കയ്യിൽ കുരുത്തോലയേന്തിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിയിടുന്നു. ചേർന്നിടുമേ വേഗം ഞാനും അക്കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥന്റെ സന്നിധൗ ചേർന്നാൽ മതി. ആശ്വാസമേ എനിക്കേറെ തിങ്ങിയിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധം ആനന്ദക്കൂട്ടരെ കാണുന്നല്ലോ. ലോകമാം ഗംഭീരവാരീതിയിൽ വിശ്വാസക്കപ്പലിൽ ഓടിയിട്ട് നിത്യവീടുന്നുണ്ടാവിടയത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും കാലം കഴിയുന്നു, നാൾകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാൻ ആത്മാവിനായി. യാത്ര ചെയ്യും ഞാൻ ക്രൂശിൽ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും
സ്നേഹത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണൂനീർ കൂടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശിനെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവനേശുവിൽ അർപ്പിച്ചിട്ട് അക്കേറെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധപാളുങ്ങിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശിനെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ലോകം ഛേദിച്ചതാം സിദ്ധന്മാരും നിർമ്മല ജ്യോതിസാം ദൂതന്മാരും രക്തസാക്ഷികളാം സ്നേഹിതരും സ്വാഗതം ചെയ്യും